ഐഡിയ ഫാദർ ഓൺ ഹീലിംഗിൻ്റെ പാർട്ട് 6 ആണ്. ഇതിൽ നമ്മൾ സെൽഫ് കോൺഫിഡൻസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. നമ്മുടെ ഈ ഒരു ജേണിയുടെ ഭാഗമായിട്ട് ആദ്യം നമ്മൾ കുറേ പെയിൻ അനുഭവിക്കും. ആ പെയിനിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ആ പുറത്തേക്ക് വരാനായിട്ടൊരു സെൽഫ് കോൺഫിഡൻസ് ആവശ്യമാണ്. ഒരു ക്ലാരിറ്റി കിട്ടാത്തൊരവസ്ഥയൊക്കെ ഉണ്ടായിരിക്കും. അവിടെയാണ് പ്രയേഴ്സും മെഡിറ്റേഷനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. അവിടെ നിന്നും ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നു വരേണ്ടവരാണ്. അവിടെ ഡിവൈൻ തന്നെയാണ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലായിരിക്കില്ല മിക്കവാറും നമ്മുടെ പാത്ത് തെളിഞ്ഞു വരുന്നത്. അപ്പോൾ അവിടെ ഡിവൈനെ വിശ്വസിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മുടെ ഇഷ്ടങ്ങൾ മറ്റൊന്നായിരിക്കും, നമ്മൾ നയിക്കപ്പെടുന്നത് മറ്റൊന്നിലേക്കായിരിക്കും. അപ്പോൾ എവിടേക്കാണോ ഈശ്വരൻ നയിക്കുന്നത് അതിലേക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക, അതിൽ കൂടുതൽ പ്രോസ്പെറസ് ആകാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളിലേക്ക് ഒരു പിൻവലിയലുണ്ടെങ്കിൽ അത് നമ്മളെ ബാധിക്കും. ഓക്കെ ഡിയർ. അതുപോലെ ഈ ജേർണിയിൽ നമുക്ക് കൗണ്ടർ പാർട്ടിൻ്റെ കാര്യത്തിലും ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും ഒക്കെയും സെൽഫ് കോൺഫിഡൻസിൻ്റെ ആവശ്യമുണ്ട്. ആ ഒരു സെൽഫ് കോൺഫിഡൻസ് ലഭിക്കുന്നത് സെൽഫ് ലവിൽ നിന്ന്, സെൽഫ് എസ്റ്റീമിൽ നിന്നൊക്കെയാണ്. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ ഈ ഒരു സെൽഫ് കോൺഫിഡൻസ് നമ്മുടെ ഒരു ട്വിൻ ഫ്ലെയിം ജേർണിയിലെ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ഈശ്വരനിലുള്ള പരിപൂർണമായ വിശ്വാസത്തിൽ കൂടി മാത്രമാണ്. ഓക്കെ ഡിയർ, താങ്ക് യു സോ മച്ച്.